വാളയാർ കേസിൽ ഇപ്പോൾ CBI സംഘം കൊച്ചിയിലെ CBI കോടതിയിൽ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഈ കുറ്റപത്രത്തിൽ പെൺകുട്ടികളുടെ അമ്മയെയും രണ്ടാനച്ഛനെയും പ്രതിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ പെൺകുട്ടികളുടെ അമ്മ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ കുറ്റപത്രത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കെതിരെയും ബലാത്സംഗ പ്രേരണ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. അതായത് പീഡിപ്പിക്കപ്പെട്ടു എന്ന വിവരം അറിഞ്ഞിട്ടും കൃത്യമായി അത് പോലീസിനെ അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിച്ചില്ല എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ ഇപ്പോൾ ഇതിൽ പ്രതി ചേർക്കുകയും ചെയ്തത്. ഈ പീഡന വിവരം നേരത്തെ നിങ്ങൾ അറിഞ്ഞിരുന്നു? നമ്മൾക്കറിയാവുന്ന വിവരങ്ങളൊക്കെ നമ്മൾ വന്ന പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ട്. മക്കൾക്കിങ്ങനെ അതായത് മകൾ പീഡിപ്പിക്കപ്പെട്ടു എന്നറിയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുമ്പോഴാണ്. അതുവരെയും പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത് മധുവിൻ്റെ കയ്യിൽ നിന്ന് അവിടെ ഇവിടെ തോണ്ടലും പിച്ചലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ ഇങ്ങനെ പീഡനത്തിനിരയായി എന്നുള്ള വിവരം നമ്മൾ അറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ മധുവിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു നടപടി അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ഉണ്ടായപ്പോൾ നിങ്ങൾ കൃത്യമായി ഒരു നിയമ നടപടിക്ക് ഒരുങ്ങാതിരുന്നതുകൊണ്ട്? അന്ന് വെച്ചാൽ ഇങ്ങനെ നിയമ നടപടി പറഞ്ഞാൽ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോകണം വരണം എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. ഒന്നാമത്തെ കാര്യം മാത്രമല്ല, വലിയ മധു ചെറിയച്ഛൻ്റെ മകനാണ്, എൻ്റെ ആങ്ങളെയും കൂടിയാണ്. അവൻ്റെ മൂത്ത രണ്ട് പെൺകുട്ടികൾ കല്യാണത്തിനുള്ളത് കൊണ്ടും വീട്ടിൽ പോയിട്ട് ഞാൻ എന്തായാലും ഒരു പ്രശ്നമാക്കാതിരുന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ സമയത്ത് ഇവൻ്റെ അമ്മയാണെങ്കിലും അമ്മായാണെങ്കിലും എല്ലാവരും പറഞ്ഞു, നിൻ്റെ കാരണം അച്ഛനില്ലാത്ത മക്കളാണ്, അവർക്കൊരു ജീവിതം ഇല്ലാതാക്കണ്ട, ഇനി മധു നിൻ്റെ വീട്ടിൽ വരാതെ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കുടുംബമാണ്. മകൾ 10 വയസ്സാകുമ്പോഴേക്കും പ്രായപൂർത്തിയാത്തത് കൊണ്ട് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു നാണക്കേടാണല്ലോ വിചാരിച്ചിട്ടാണ് നമ്മൾ അന്നൊന്നും. മാത്രമല്ല, ഇതിങ്ങനെ പോകാനൊന്നും നമുക്ക് അറിയില്ല. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ ഒരു പ്രശ്നം കുടുംബത്തിൽ തന്നെ ഉണ്ടാകുന്ന സമയത്ത് അത് സ്റ്റേഷനിൽ പോകണം വരണം എന്നൊന്നും അന്ന് പറഞ്ഞു തരാനുള്ള ആൾക്കാരും ഇല്ല, നമ്മൾക്കും അറിയാൻ പാടില്ല. ഇപ്പോഴൊക്കെയാണ് അറിയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ടാകും. പക്ഷെ അന്നൊക്കെ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്കൊരു പേടി തന്നെയാണ്. നിയമപോരാട്ടത്തിന് കൂടെ നിൽക്കാനും ആരും ഉണ്ടായിരുന്നുമില്ല, അറിയൂല്ലായിരുന്നു എന്താണ് ചെയ്യേണ്ടത്. പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിനുള്ളൊരു ശിക്ഷ കിട്ടുമോ ഇല്ലയോ അങ്ങനെയുള്ളതൊന്നും അറിയുമ്പോൾ ഒന്നാമത്തെ കാര്യം പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞാൽ അന്നത്തെ സാഹചര്യത്തിലൊക്കെ പേടിയായിരുന്നു. അതിനെ കൊണ്ടൊക്കെയാണ് പോകാതിരുന്നത്. മക്കൾക്ക് നീതി തേടിയുള്ള ഈ സമരത്തിൻ്റെ പല ഘട്ടങ്ങളും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന്. ആ അട്ടിമറി തന്നെയാണ് ഇപ്പോൾ ഇന്ന് നടന്നിട്ടുള്ള ഈ കുറ്റപത്രത്തിൽ നിങ്ങൾ പേര് ചേർക്കാനുള്ള കാരണത്തിന് പിന്നിലെന്നാണ് ചിന്തിക്കുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ വന്ന CBIയും ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം തന്നെയാണ് അവർ നടത്തിയത്. അതുകൊണ്ടാണ് തിടുക്കപ്പെട്ട് ഇപ്പോൾ അച്ഛനും അമ്മനെയും പ്രതി ചേർത്തുകൊണ്ട് ഇപ്പോൾ ഒരു കുറ്റപത്രം കോടതി സമർപ്പിച്ചിട്ടുള്ളതും. CBIക്ക് അതിൻ്റെ ആവശ്യം എന്താണ്? ഇതിൽ യഥാർത്ഥ പ്രതികൾ CBIനെ സ്വാധീനിച്ചെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ പ്രതികൾക്ക് വേണ്ടി ഇപ്പോൾ നിലവിലുള്ള പ്രതികൾ കുറ്റമേറ്റുകൊണ്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സമരം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇതിൻ്റെ അകത്തുനിന്ന് ഓരോന്ന് കൊഴിഞ്ഞു പോയത്. ഇപ്പോൾ ഓരോന്നും അവിടെ ഇവിടെയും പോയി കെട്ടിത്തൂങ്ങി ചത്തതൊക്കെ നമ്മൾ സമരം ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഇനി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലെന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ കുറ്റബോധം കൊണ്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ജാമ്യം കിട്ടി പിറ്റേ ദിവസം കെട്ടിത്തൂങ്ങി ചാവും, വർഷങ്ങളോളം കാത്തിരിക്കില്ല. അപ്പോൾ കുട്ടിമധുവാണെങ്കിലും ജാമ്യം കിട്ടി കല്യാണം കഴിച്ച് 2 മക്കളാവണ വരെ കുറ്റബോധം കൊണ്ട് ചാവാൻ വേണ്ടി ഇത്രയും കാലം ഇരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത് നമ്മൾ സമരം തുടങ്ങിയതിൻ്റെ കാരണം ഇനി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷയില്ലാന്ന് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ഓരോരുത്തരും അവരുടെ വഴികൾ തിരഞ്ഞ് ഇങ്ങനെ ചാവാൻ കാരണം. മക്കൾ കൊല്ലപ്പെടാൻ ഇവരുടെയൊക്കെ കൈകൾ സപ്പോർട്ടിനുണ്ടായിരുന്നത് കൊണ്ടാണ് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്നത്. ഇനിയിപ്പോൾ യഥാർത്ഥത്തിൽ പ്രതികളായിട്ടുള്ളത് വലിയ മധുവും ഷിബുവും ഒക്കെ ഉണ്ട്. അതിലിപ്പോൾ മക്കൾ മരിക്കുന്ന സമയത്ത് ഷിബു ഞങ്ങളുടെ കൂടെ പണിക്കുള്ളൂ. എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം അത് തന്നെയാണ്. ഇപ്പോൾ എന്നിട്ട് അവനെ പ്രതി ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മൾ പോലീസുകാർ കണ്ടെത്തിയതിൻ്റെ പേരിലാണ് ഇപ്പോൾ അവൻ പ്രതിയായിട്ടുള്ളത്, ഷിബു. നമ്മളെവിടെയും അവൻ തെറ്റുകാരനാണെന്നോ അല്ലെങ്കിൽ ഷിബു പ്രതിയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരെല്ലാം കാരണം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മളെ പ്രതി ചേർത്ത് അച്ഛനും അമ്മയാണ് പ്രതി എന്നുള്ള കട്ടവരിന് കിട്ടാത്തത് കൊണ്ട് കിട്ടിയവർ. അപ്പം ഞങ്ങൾക്ക് വായിക്കാനും പഠിക്കാനും അറിയില്ല. ഇനിയിപ്പോൾ ഈ ഒരു തെറ്റെങ്കിലും അവരുടെ തലയിൽ അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ അവരിതോടുകൂടി ഒതുങ്ങിക്കോളും എന്നുള്ള ഒരു പ്രതീക്ഷയിലൂടെ ആയിരിക്കാം ചിലപ്പോൾ അച്ഛനും അമ്മനെയും പ്രതി ചേർത്തെന്നാണ് എനിക്കിതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒതുങ്ങിക്കൂടാൻ തയ്യാറല്ല എന്ന് അല്ലാത്ത നമ്മളങ്ങനെ ഇവർ CBI ഇപ്പോൾ അച്ഛനും അമ്മയും കുറ്റക്കാരാണെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ പേടിച്ചിട്ട് ഒതുങ്ങിത്തീരേണ്ട ആൾക്കാരല്ല. കാരണം നമ്മൾ മക്കൾക്ക് നീതിക്ക് വേണ്ടി തെരുവിലിറങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പോൾ ഇവർ നമ്മൾ അച്ഛനും അമ്മയും പ്രതികളാണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പേടിച്ച് പറിച്ച് മാറിയിരിക്കേണ്ട കാര്യം എന്തെന്നാ? അപ്പോൾ അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവരെന്ത് പറഞ്ഞാലും അത് നമ്മളിൽ നിന്നും അല്ല. മക്കൾക്ക് നീതി കിട്ടുന്നത് വരെയും നമ്മൾ അവസാന ശ്വാസം വരെയും സമരം ചെയ്യും. മാത്രമല്ല, ഇപ്പോൾ സമരസമിതിയായിട്ട് ആലോചിച്ചിട്ട് ഇനിയിപ്പോൾ നാളുകളിലുള്ള സമരം എങ്ങനെയാണെന്നുള്ളതും നിയമപരമായിട്ടും കോടതിയെ സമീപിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ സമരസമിതി സഹായത്തിനായി സർക്കാരിൻ്റെ അടുത്ത് സാമീപിക്കും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സഹായം വേണ്ടി വന്നാൽ പോകേണ്ടി തന്നെ വരും. കാരണം സർക്കാരിൻ്റെ സഹായത്തോടു കൂടി മക്കളുടെ കേസ് നാളുകളിൽ വിജയിക്കേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ പോകേണ്ട സാഹചര്യം വന്നാൽ പോകും. പക്ഷേ എന്തായാലും നമ്മൾ സർക്കാരിനെ എതിർത്തുകൊണ്ടല്ല, നമ്മളവരോട് നമുക്ക് സംഭവിച്ച കാര്യങ്ങൾ തുറന്ന് പറയുക ചെയ്യുന്നത്. അതുപോലെ തന്നെ സർക്കാർ ഇപ്പോൾ നമ്മളോട് പറയുന്നത് നമ്മളെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല അവർ പറയുന്നത്. ഇപ്പോൾ കുടുംബം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ CBI വേണോ, CBIനെ തരാം. ഇപ്പം നിങ്ങൾ പറയുന്ന വക്കീൽ ഏതാണോ വക്കീലിനെ തരാം എന്നൊക്കെ അവർ നമ്മളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ടെന്നല്ലാതെ
ഇപ്പോൾ രാജേഷ് മേനോനെ വേണമെന്ന് നമ്മൾ പറയുന്നുണ്ട് വർഷങ്ങളായി. അവരിന്ന് വരെയും രാജേഷ് മേനോനെ നമുക്ക് സർക്കാർ വക്കീലായിട്ട് നിയമിച്ച് തന്നിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് തരാം എന്നാ പറയുന്നത്. പക്ഷേ പയസ് മാത്യു ആണ്. പയസ് മാത്യു എന്തെങ്കിലും നിങ്ങൾ വന്ന് കാണുകയോ നിങ്ങളുമായി ഫോണിൽ സംസാരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇപ്പം ഇങ്ങോരുടെ പേര് പറഞ്ഞ് കേൾക്കുക എന്നല്ലാതെ മൂപ്പരെ നേര് കാണുമോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അങ്ങനെ വളരെ മക്കൾക്ക് നീതി കിട്ടണം, അല്ലെങ്കിൽ ആ കേസ് വിജയിക്കണം എന്ന് ഈ പറയുന്ന വക്കീൽ, മക്കൾക്ക് വേണ്ടി കേസ് വാദിക്കാമെന്ന വക്കീലാണെങ്കിൽ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫോണിലെങ്കിലും വിളിച്ചൊന്ന് സംസാരിക്കണമായിരുന്നു സാഹചര്യങ്ങൾ. അതുവരെ ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ നേരിൽ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തി, അയാൾക്ക് നല്ല ഉന്നതനായിട്ടുള്ള വക്കീലായിരിക്കാം, പക്ഷേ എങ്കിൽ പോലും നമ്മൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ടും നമുക്ക് പരിചയമില്ലാത്തൊരു വക്കീലായതുകൊണ്ടും നമുക്ക് മൂപ്പരെ വിശ്വാസമില്ല. നമ്മുടെ കേസ് വിജയിക്കണമെങ്കിൽ, യഥാർത്ഥ പ്രതിയിൽ എത്തണമെങ്കിൽ അത് രാജേഷ് മേനോൻ വന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ. ആ കാര്യം സർക്കാരിന് മുമ്പിൽ വീണ്ടും വെക്കാനുള്ള ഒരു ഉദ്ദേശമുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് രാജേഷ് മേനോനെ, വാളയാർ കേസ് വിജയിക്കണമെങ്കിൽ രാജേഷ് മേനോൻ വന്നേ പറ്റൂ. ഞങ്ങൾക്ക് വിശ്വാസം രാജേഷ് മേനോനെയാണ്. അപ്പോൾ രാജേഷ് മേനോനെ കൊണ്ടുവരാൻ വേണ്ടിയും മക്കളുടെ കേസ് നീതി അവസാനം വരെ ഇതാകാനും വേണ്ടി നമ്മൾ തുടർന്ന് സമരം ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങൾക്കെതിരെ ഇപ്പോൾ ചുമത്തിയിട്ടുള്ള ഈ കുറ്റപത്രത്തിൽ പ്രതി ചേർക്കപ്പെട്ടുള്ള ആ കുറ്റപത്രത്തിനെതിരെ നിയമപോരാട്ടം നടത്തുന്നതിനോടൊപ്പം തന്നെ രാജേഷ് മേനോനെ പ്രോസിക്യൂട്ടറായി കൊണ്ടുവരണം എന്നുള്ള ആവശ്യം ഉയർത്തും. അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ അച്ഛനും അമ്മയും കുറ്റക്കാരാണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ വാളയാർ മക്കളുടെ കേസ് വിജയിക്കണമെങ്കിൽ രാജേഷ് മേനോൻ വന്നാൽ മാത്രമേ വിജയിക്കുള്ളൂ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഏത് വക്കീൽ വന്നാലും കേസ് വീണ്ടും അട്ടിമറിക്കപ്പെടും തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത്തരത്തിലൊരു സഹായം ചെയ്ത് നൽകണം എന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യം? ഇത് സഹായം പറഞ്ഞാൽ ഞങ്ങളുടെ ആവശ്യമാണല്ലോ. ഞങ്ങളിപ്പോൾ ഇത് ഒരുപാട് കേസുകൾ, ഇപ്പോൾ TPൻ്റെ കേസൊക്കെ എത്ര വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞതാണ്. ഈ ആവശ്യം സർക്കാർ പരിഗണിക്കണം എന്നുള്ളൊരു ആവശ്യം തീർച്ചയായിട്ടും. അല്ല, ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾ വേറൊന്നും അല്ലല്ലോ ചോദിക്കണം. ഞങ്ങളുടെ മക്കളുടെ കേസ് ഞങ്ങൾക്ക് വിശ്വാസമുള്ളൊരു വക്കീൽ കേസ് അന്വേഷിച്ച് നല്ല രീതിയിൽ വിജയിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് രാജേഷ് മേനോന് വേണമെന്ന് പറയുന്നത്. അത് സാധിച്ചു തരാൻ സർക്കാരും CBI എന്തിനാണ് മടിക്കുന്നത്? ഇപ്പോൾ ഈ പയസ് മാത്യൂസ് പറയുന്ന വക്കീലിനെ കൊണ്ടുവന്ന് വെച്ചു, പകരം രാജേഷ് മേനോനാ എന്താ കുഴപ്പം? ഞങ്ങൾക്ക് വിശ്വാസം രാജേഷ് മേനോനെയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇവർ തരുന്നില്ല? അപ്പോൾ ഇതിലെന്തോ അവർ തമ്മിലൊരു ഗൂഢാലോചന ഉള്ളതിൻ്റെ ഭാഗമായിട്ടല്ലേ നമുക്കിത് സംശയിക്കാൻ പറ്റുക. അപ്പോൾ കുടുംബം ആവശ്യപ്പെട്ട വക്കീലിനെ എന്തുകൊണ്ട് സർക്കാർ തരാമെന്ന് പറഞ്ഞിട്ട് തരുന്നില്ല? വർഷം 2 കഴിഞ്ഞു, നമ്മളിട്ട് ചുറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. സമരസമിതി പറയുന്നത് CBIക്ക് മുകളിൽ വലിയൊരു സമ്മർദ്ദമുണ്ടായിരുന്നു ഈ കേസ് അട്ടിമറിക്കാനെന്നാണ്. അത് നിങ്ങളും അത്തരത്തിലൊരു സമ്മർദ്ദം CBIക്ക് മുകളിൽ ഉണ്ടായിരുന്നു എന്ന് കരുതുന്നുണ്ടോ? ഇപ്പോൾ സമരസമിതി അത് പറയുന്നുണ്ടെങ്കിൽ അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക. കാരണം ഇതിൻ്റെ കുറ്റപത്രമൊക്കെ അവർ കിട്ടിക്കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇന്ന് കൊടുത്ത കുറ്റപത്രത്തിൻ്റെ പകർപ്പും കൂടി സമരസമിതിക്ക് കിട്ടിക്കഴിയുമ്പം അവരത് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇതിലെന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ അച്ഛനമ്മയും പ്രതിയാവാൻ കാരണം എന്താണെന്നും കൂടി സമരസമിതിക്ക് മനസ്സിലാവും. കാരണം ഞങ്ങൾക്ക് വായിക്കാൻ അറിയാത്തതുകൊണ്ട് അവരിത്രയും സമരസമിതി പറയുന്നുണ്ടെങ്കിൽ അവർക്കിതിൽ എന്തൊക്കെയോ സത്യാവസ്ഥകൾ മനസ്സിലായത് കൊണ്ടാണ് അവരിത്രയും വ്യക്തമായിട്ട് പറയാൻ കാരണം. CBIൻ്റെ മുകളിൽ അവരെ വിലക്കെടുക്കാനുള്ള ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളത് സമരസമിതിക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് അവർ വ്യക്തമായിട്ട് പറയാൻ കാരണം. അടുത്ത ദിവസം തന്നെ സമരത്തിന് ഇറങ്ങാൻ തന്നെയാണ് തീരുമാനം? തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ നമ്മൾ സമരമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. നമ്മൾക്ക് അത് ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ കുറ്റക്കാരല്ല എന്നുള്ളത് CBIനെ കൊണ്ട് പറയിപ്പിക്കും. മാത്രമല്ല, മക്കളെ കൊന്ന യഥാർത്ഥ കൊലയാളിയിൽ എത്തും. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ രാജേഷ് മേനോനെ വക്കീലായിട്ട് തരണമെന്നും നമ്മൾ സമരത്തിൽ പറയുന്നുണ്ട്. ഏതായാലും ഇതാണ് കുടുംബത്തിൻ്റെ ആവശ്യം. അവരെ പ്രതി ചേർത്തിട്ടുള്ള കുറ്റപത്രത്തിനെതിരെ ഉടൻ തന്നെ നിയമ പോരാട്ടം ആരംഭിക്കും. അതിനോടൊപ്പം തന്നെ കുടുംബം നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടുള്ളതുപോലെ തന്നെ രാജേഷ് മേനോനെ ഈ കേസിൻ്റെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും സർക്കാരെ സമീപിക്കുമെന്നാണ് പെൺകുട്ടികളുടെ അമ്മ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.